ഇന്ന് നമുക്കുണ്ടല്ലോ നമ്മുടെ മീനൊക്കെ നല്ല സുന്ദരിയാക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തത് വാളംപുളി വെച്ചൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മളുണ്ടല്ലോ വൈനില്ലേ, മുന്തിരി വൈനൊക്കെ, അത് നമ്മൾ ഡേറ്റൊക്കെ വൈകിയൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് എടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെ മുന്തിരിക്കൊക്കെ എന്തെങ്കിലും പുളിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനും കുറേ പഞ്ചസാരയൊക്കെ ഇട്ട് എന്നിട്ടും വലിയ സുഖം തോന്നിയില്ലെങ്കിൽ നമ്മളത് കളയണ്ട കേട്ടോ. നമ്മളത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് വൈനൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ ചെതമ്പലൊക്കെ കളഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഒരുപാട് സമയം ഇട്ട് വെക്കരുത് കേട്ടോ, അപ്പോൾ ഇത് വെന്ത് പോയ പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ കത്തി വെച്ച് ഉരത്തി എടുക്കുമ്പോഴത്തേക്കും കഴമ്പ് പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 15 മിനിറ്റോളമൊക്കെ ഇതിൻ്റെ ഒരു കണക്കാണ്. അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഒട്ടും സമയം കളയാതെ 15 മിനിറ്റ് ആകുമ്പോൾ നമ്മൾക്ക് കത്തി വെച്ച് നല്ലപോലെ ചീകി എന്നാൽ നല്ലപോലെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കല്ലയിലൊക്കെ വെച്ച് ഉരച്ച് കഷ്ടപ്പെടണ്ടല്ലോ. ഇപ്പോൾ മഴയൊക്കെയാണ്, പുറത്ത് പോയി കല്ലയിൽ വെച്ചൊക്കെ ഉരക്കുമ്പോൾ നമ്മളെ കൊതുകൊക്കെ കടിക്കും. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് വെച്ച് തന്നെ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ കൂരിയാണ് അങ്ങനെ ഇട്ട് വെച്ചത്, നിങ്ങളെ ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാൽ പിലോപ്പി ഇട്ട് കാണിക്കാം. അപ്പോൾ ഏതായാലും ഒരേപോലെയൊക്കെ തന്നെയാണ് രണ്ടും ചെയ്തത് കേട്ടോ. എന്നിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാനപ്പോൾ കൂരി പടപടപടാന്ന് എടുത്തായിരുന്നു. ഒരു 2-2.5 കിലോ ഒക്കെ കൂരി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരു സമയത്തിടുമ്പോൾ വേഗം ഇത് വെന്ത് പോയാലോ, എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം വേഗം എടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, വേഗം കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പാകം തെറ്റാതെ വരുമ്പോൾ നമുക്ക് വേഗം വേഗം ക്ലീൻ ചെയ്യാൻ പറ്റും. പാകമൊക്കെ തെറ്റിപ്പോവുകയാണെങ്കിൽ നമ്മൾ പടപടപടപടാന്ന് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ, മീനൊക്കെ മുറിഞ്ഞു മുറിഞ്ഞു പോവും. അതാണ് അതിനൊരു കണക്കൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടോ, ഈ മീനൊക്കെ പിശാച് മാർക്കറ്റിൽ പോയെന്ന് പറഞ്ഞ പോലെ കാരണന്മാരൊക്കെ പറയുമല്ലോ, എന്ത് കോലമാണെന്ന്. ഇപ്പോൾ അവരൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ ആ മീൻ നല്ല മാണിക്കാത്ത മീനെ നശിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാർക്കറ്റിൽ പോയ ആളെ നമുക്കൊന്ന് മര്യാദക്ക് നല്ല രീതിയിൽ കൂലിയാക്കി എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് സമയം അതിലിടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കോലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏതായാലും ഞാൻ ഉപ്പിൽ കുളിപ്പിക്കാൻ പോണേന് കേട്ടോ ഇവരെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കിടന്ന് കഴിഞ്ഞപ്പോൾ ഇത് കണ്ട നമ്മുടെ കൂരിച്ചേട്ടനൊക്കെ പഴയ രീതിയിലുള്ള കളറൊക്കെ വന്നു. അതാണ് കേട്ടോ, ഉപ്പ് ലാസ്റ്റ് ഇട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ചെയ്യുമ്പോൾ നല്ലപോലെ അങ്ങനെ വരും. അതുപോലെ തന്നെ നമ്മുടെ പിലോമിനയിൽ അങ്ങനെ ഇട്ടോ. അപ്പോൾ കണ്ടോ, അല്ലെങ്കിൽ എന്താണ്